നമസ്കാരം, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ കാര്യപരിപാടി എൻ്റെ മുഖത്തോട്ട് വെട്ടടിക്കുന്നു. ഇന്നത്തെ കാര്യപരിപാടി നമ്മൾ ഒരു ഹൈക്കിന് പോകാൻ തീരുമാനിച്ചു. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവറേ ഉള്ളൂ ഷൈൻ ഫോൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബിറ്റ്സ് ആൻഡ് പീസസ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഓൾറെഡി ജസ്റ്റ് മുടിയൊന്ന് കെട്ടിയിട്ടുണ്ട്, മുഖം കഴുകി. ഞാൻ ഇനി കൂടുതലൊന്നുമല്ല ഹൈക്കിന് പോകുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു സൺസ്ക്രീൻ ഇടുന്നു. ന്യൂസിലാൻഡിലെ സണ്ണ് ഭയങ്കര ഹാർഷാണ്. അപ്പോൾ നമ്മളെപ്പോൾ എവിടെ പോയാലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ ഇടുവാണ്. എൻ്റെ മുഖത്തൊരു കുരു വന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഭയങ്കര പെയിൻഫുള്ളാണ്. നമുക്ക് പെട്ടെന്ന് കണ്ണെഴുതാം. ലിപ്സ്റ്റിക് ദാറ്റ്സ് ഇറ്റ്. ഹെയർ ഒന്ന് ചീരി വെക്കണം. കണ്ണെഴുതണ്ടെന്ന് വെച്ചു. ഹൈക്കിന് പോകുന്നത് എന്തിനാ കണ്ണൊക്കെ എഴുതുന്നത്? ഇത് നമ്മുടെ പശു നക്കിയ ഹെയർ സ്റ്റൈൽ നിർത്തില്ല, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ മുടി അങ്ങ് ഒതുങ്ങിയിരുന്നോളും. ഇവിടെ നിന്ന് അത്യാവശ്യം വെയിലുണ്ട് പുറത്ത്, പക്ഷെ തണുപ്പുണ്ടോയെന്ന് അറിയില്ല. ന്യൂസിലാൻഡിൽ വിൻ്റർ സീസണാണ്. കണ്ണെഴുതണം. ഓ വേണ്ട, ആർഭാടം ഇവിടെ. പിന്നെ ആവശ്യമുള്ളൂ സൺസ്ക്രീൻ ഇട്ടു ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്ഫിറ്റ്. ജസ്റ്റ് ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ഒരു ലൂസ് പാൻറ്റും പിന്നെ ജസ്റ്റ് സെറ്റപ്പും പിന്നെ ഒരു ഷൂസ് ഇടണം. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾക്കിനി പോകുന്ന വഴിക്കാണ്. ഒരു മിസ്റ്റർ ഡേവിഡ്. എവരിബഡി സേ ഹൈ ടു മിസ്റ്റർ ഡേവിഡ്. ഒടുക്കത്ത വേദനയാണ്. ഈ സൈഡിൽ തന്നെ ഈ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഈ സൈഡിലുള്ള വേദന ആയതുകൊണ്ട്. ലെറ്റ്സ് ഗോ. ആരും പേടിക്കണ്ട. ഒരു കണ്ണാടി ഒരു തൊപ്പി വെച്ചാണ്, വേറെ ഒന്നുമില്ല. അത് നല്ല വെയിലുണ്ട്, അപ്പം നമ്മൾ പരമാവധി സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ അറ്റയർ. റെഡ് ഷൂസ്, പിന്നെ നമ്മൾ ഒരു കുപ്പി വെള്ളവും പിന്നെ ചേട്ടൻ അവിടെ കുളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെയും പോവാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു ഷൈൻ ഫോൾസ് എന്നാണ്. അവിടെയാണ് അവിടെ ജസ്റ്റ് ഒരു 1 hour 1 way ഹൈക്കുണ്ട്. അത് കഴിഞ്ഞ് അവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെന്നാണ് വീഡിയോ ഒക്കെ പോയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ അവിടെ 1 time പോയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ കുളിച്ചൊന്നുമല്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ വെള്ളം കുറച്ച് താഴെയാണ്, പാറക്കെട്ടും താഴെയാണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് വി വിൽ ഗോ ആൻഡ് സീ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞതിലൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഹാഫ് ആൻ അവർ എന്നാ, ശരിക്കും 1 hour ഉണ്ട് കേട്ടോ നേപ്പിയർ എന്നാ. Hello.
ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്താ തിന്നാൻ കൊടുക്കുമെന്ന് വിചാരിച്ചാന്തോ. ഹായ് ഡാർലിങ്സ്. അതെ അവിടുന്ന് വെള്ളം വരുന്നു. എല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ടടാ, എന്താ കൊടുക്കുക വരുന്നുണ്ടോ. എടുത്തത് ചാടി ഇങ്ങനെ വരുവാ. പോവാ, അവർക്ക് മനസ്സിലായി ഒന്നും കിട്ടത്തില്ല. അത് എടുത്ത വന്ന് ഓ വേണ്ട, അങ്ങനെ കൊടുക്കാനൊന്നും പാടില്ല. ഹലോ, അപ്പൊ നമ്മൾ 1 hour വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ബോർഡൊക്കെ ഉണ്ട്. 2 hour റിട്ടേൺ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വ്യൂ നമുക്ക് കിട്ടാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും സമയങ്ങളിലാണ് നമുക്ക് വേഗം പോയേക്കാം. ഫെസിലിറ്റി ക്ലോസ്ഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ മാസം വന്നപ്പോഴത്തേക്കും ഓപ്പൺ ആണ്. ബട്ട് സ്റ്റിൽ എന്താ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. മറ്റേ സൈക്ലോൺ ഗബ്രിയേൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് ഡിസ്ട്രക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നേരത്തെ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അത്രയും നീറ്റായിരിക്കില്ലേ ട്രാക്ക്. എന്തായാലും നമുക്ക് പോയി നോക്കാം. കുഞ്ഞിക്കാലുണ്ട്. ഇവിടെ കൗഡങ്ങൊക്കെ ഉണ്ട്, ചാണകം. അതുകൊണ്ട് അതൊക്കെ നമ്മളൊരു 10 മിനിറ്റ് നടന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല കൊക്കയാണ്. ഇനി നമുക്ക് എനിക്ക് 45 മിനിറ്റ്സ് കൊണ്ട് നടക്കാനുണ്ട് തോന്നുന്നു. പക്ഷെ നല്ല സ്റ്റീപ്പായിട്ടുള്ള കൊക്ക പോലെ കാണാം. നമുക്ക് അടിയിൽ നമുക്ക് വെള്ളം കാണാം. എനിക്കൊന്ന് ഷൈൻ ഫോൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് അത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ക്ഷീണിച്ചു. പ്രത്യേകിച്ച് ഒന്നും കളിക്കാനില്ലാത്തതുകൊണ്ടുണ്ടോ പിന്നെ വേടിയൊന്നും അങ്ങനെ എടുക്കാത്തത്. ഇങ്ങനെ കാട്ടിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നടക്കുവാണ്. ഹോസ്റ്റലിൽ ഒരു 20 മിനിറ്റ്സ് നമ്മൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. എത്ര മണിയായിട്ടു? വളരെ ദുഷ്കരമായ റോഡാണ്. ആ പോർഷൻ ഓഫ് ട്രയൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള ട്രയലെല്ലാം പൊട്ടിക്കിടന്നുകൊണ്ട് ഇവർ വേറെ ട്രയൽ ആൾക്കാരുണ്ടാക്കിയിരിക്കും ജസ്റ്റ് നടന്നിട്ട്. അത് ഭയങ്കര ഇതായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഷൈൻ ഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫേമസ് ഷൈൻ ഫോൾസ്. ഇങ്ങോട്ടുള്ള യാത്ര വളരെ ദുർഘടമായിരുന്നു. കാരണം ട്രാക്ക് ഒന്നും പ്രോപ്പർലി മെയിൻറ്റൈൻഡ് അല്ലാത്തതുകൊണ്ട്. നമ്മളോട് അവർ കേരളത്തിൽ നിന്ന് ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ ഫൈനലി എത്തിയിരിക്കുകയാണ്. കുളിക്കാൻ പറ്റത്തില്ല, കാരണം അത് സേഫ് ആണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് കുളിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഓൾറെഡി രാത്രിയായി. ഇനി നമ്മൾ തിരിച്ച് കാറിലെത്തി വീട്ടിൽ പോകും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.